ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐഎം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള കൂടുതൽ കാലം കേടുവരാതെ സൂക്ഷിച്ചു വയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ. ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററാണ് സവാള കൂടുതൽ കാലം കേടുവരാതെ സൂക്ഷിച്ചു വയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത്. റേഡിയേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശീതീകരണത്തിലൂടെ സവാള 7.5 മാസം വരെ കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കുവാൻ സാധിക്കും. 2023 ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാരം ലഭിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? ഡാനിയൽ ബാരൻബോയും അലി അബു ഔവാദും. ഡാനിയൽ ബാരൻബോയ്, അലി അബു ഔവാദ് എന്നിവർക്കാണ് 2023 ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാരം ലഭിച്ചത്. ഡാനിയൽ ബാരൻബോയും പിയാനോ പ്രതിഭയും അലി അബു ഔവാദ് സമാധാന പ്രവർത്തകനുമാണ്. ഇസ്രയേൽ പാലസ്തീൻ സംഘർഷം അവസാനിപ്പിക്കാൻ നടത്തിയ പ്രവർത്തനമാണ് ഇവർക്ക് പുരസ്കാരം നേടിക്കൊടുത്തത്. ഏത് പ്രശസ്ത ബിസിനസ്സുകാരനാണ് സ്വന്തമായി സർവകലാശാല തുടങ്ങുവാൻ തയ്യാറെടുക്കുന്നത്? ഇലോൺ മസ്ക്. പ്രശസ്ത ബിസിനസ്സുകാരനായ ഇലോൺ മസ്ക് ആണ് സ്വന്തമായി സർവകലാശാല തുടങ്ങുവാൻ തയ്യാറെടുക്കുന്നത്. അമേരിക്കയിലെ ടെക്സാസിലാണ് ഇലോൺ മസ്ക് സർവകലാശാല തുടങ്ങുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ 2023 ഡിസംബറിൽ പ്രവർത്തനാനുമതി നൽകിയത് ഏത് വിമാനത്താവളത്തിനാണ്? അയോധ്യ വിമാനത്താവളം. അയോധ്യ വിമാനത്താവളത്തിനാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ 2023 ഡിസംബറിൽ പ്രവർത്തനാനുമതി നൽകിയത്. മര്യാദ പുരുഷോത്തം ശ്രീറാം ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് അയോധ്യ വിമാനത്താവളത്തിന്റെ പേര്. ഡിസംബർ 30 ഡൽഹിയിൽ നിന്നും ഇൻഡിഗോ വിമാനം ഉദ്ഘാടന സർവീസ് നടത്തും. 2023 ഡിസംബറിൽ പാകിസ്ഥാനെതിരെ നടക്കുന്ന ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയോടുകൂടി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്ന ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ആരാണ്? ഡേവിഡ് വാർണർ. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമായ ഡേവിഡ് വാർണർ ആണ് 2023 ഡിസംബറിൽ പാകിസ്ഥാനെതിരെ നടക്കുന്ന ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയോടുകൂടി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ രാജ്യത്തെ സുരക്ഷിത നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരം ഏതാണ്? കോഴിക്കോട്. കോഴിക്കോടാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ രാജ്യത്തെ സുരക്ഷിത നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരം. പട്ടികയിൽ 10ാം സ്ഥാനത്താണ് കോഴിക്കോട് ഉള്ളത്. കൊൽക്കത്ത, പൂനെ, ഹൈദരാബാദ് എന്നീ നഗരങ്ങളാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. മാലിന്യം വലിച്ചെറിയുന്നതോ കത്തിക്കുന്നതോ കുഴിച്ചുമൂടുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാലുടൻ എത്ര രൂപ പിഴ ചുമത്തുന്നതിനാണ് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് സർക്കാർ നിർദ്ദേശം നൽകിയത്? 5000 രൂപ. മാലിന്യം വലിച്ചെറിയുന്നതോ കത്തിക്കുന്നതോ കുഴിച്ചുമൂടുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ 5000 രൂപ പിഴ ചുമത്തുന്നതിനാണ് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് സർക്കാർ നിർദ്ദേശം നൽകിയത്. ഈ കുറ്റത്തിന്റെ പരമാവധി ശിക്ഷ 1 വർഷം വരെ തടവും 50,000 രൂപ പിഴയുമാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ പട്ടികവർഗങ്ങൾക്കെതിരെയുള്ള ആക്രമണം ഏറ്റവും കൂടുതൽ നടന്ന നഗരം ഏതാണ്? ലഖ്നൗ. ഉത്തർപ്രദേശിലെ ലഖ്നൌവിലാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ പട്ടികവർഗങ്ങൾക്കെതിരെയുള്ള ആക്രമണം ഏറ്റവും കൂടുതൽ നടന്ന നഗരം. 2017 കേരളത്തിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ യാത്രാ ബോട്ടിന്റെ പേരെന്താണ്? ആദിത്യ. ആദിത്യ എന്ന യാത്രാ ബോട്ടാണ് 2017 കേരളത്തിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ യാത്രാ ബോട്ട്. വൈക്കത്ത് നിന്നും തവണക്കടവിലേക്കായിരുന്നു ഈ ബോട്ടിന്റെ ആദ്യ യാത്ര. നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഈ ബോട്ടിൽ ഇപ്പോൾ യാത്ര ചെയ്തത് പ്രധാന വാർത്തയായിരുന്നു. പൊതു ശൗചാലയങ്ങളുടെ ശുചിത്വം ഉറപ്പാക്കാനായി കേരള ശുചിത്വ മിഷൻ നടത്തുന്ന ക്യാമ്പയിന്റെ പേരെന്താണ്? ക്ലീൻ ടോയ്ലറ്റ് ക്യാമ്പയിൻ.
പൊതു ശൗചാലയങ്ങളുടെ ശുചിത്വം ഉറപ്പാക്കാനായി കേരള ശുചിത്വ മിഷൻ നടത്തുന്ന ക്യാമ്പയിന്റെ പേരാണ് ക്ലീൻ ടോയ്ലറ്റ് ക്യാമ്പയിൻ. ശ്രീ നാരായണ ഗുരു ഓപ്പൺ സർവകലാശാല കേരളത്തിലെ ഏത് ജയിലിലാണ് സമന്വയ എന്ന പേരിൽ തുടർ വിദ്യാഭ്യാസ പരിപാടി നടപ്പിലാക്കുന്നത്? കണ്ണൂർ സെൻട്രൽ ജയിൽ. ശ്രീ നാരായണ ഗുരു ഓപ്പൺ സർവകലാശാല കേരളത്തിലെ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് സമന്വയ എന്ന പേരിൽ തുടർ വിദ്യാഭ്യാസ പരിപാടി നടപ്പിലാക്കുന്നത്. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗിനായി KSRTC ഏത് ഓൺലൈൻ ബസ് ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുമായാണ് സഹകരിക്കുവാൻ തീരുമാനിച്ചത്? റെഡ് ബസ്. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗിനായി KSRTC റെഡ് ബസ് എന്ന ഓൺലൈൻ ബസ് ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുമായാണ് സഹകരിക്കുവാൻ തീരുമാനിച്ചത്. 2024 ഫെബ്രുവരി 8 മുതൽ 11 വരെ 36ാമത് കേരള സയൻസ് കോൺഗ്രസ് നടക്കുന്നത് ഏത് ജില്ലയിൽ വെച്ചാണ്? കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ വെച്ചാണ് 2024 ഫെബ്രുവരി 8 മുതൽ 11 വരെ 36ാമത് കേരള സയൻസ് കോൺഗ്രസ് നടക്കുന്നത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ് സയൻസ് കോൺഗ്രസ് നടക്കുക. കേരള സമ്പദ് വ്യവസ്ഥയുടെ പരിവർത്തനം ഏകാരോഗ്യ കാഴ്ചപ്പാടിലൂടെ എന്നതാണ് സയൻസ് കോൺഗ്രസിന്റെ പ്രമേയം. പ്രമുഖ ആയുർവേദ സ്ഥാപനമായ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല കേരളത്തിലെ ഏത് സർവകലാശാലയുമായി സഹകരിക്കുവാനാണ് ധാരണയായത്? കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല. കേരളത്തിലെ പ്രമുഖ ആയുർവേദ സ്ഥാപനമായ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുമായി സഹകരിക്കുവാനാണ് ധാരണയായത്. ദേശീയ ഊർജ കാര്യക്ഷമതാ സൂചികയിൽ ഗ്രൂപ്പ് 2 വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? കേരളം. കേരളമാണ് ദേശീയ ഊർജ കാര്യക്ഷമതാ സൂചികയിൽ ഗ്രൂപ്പ് 2 വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയ സംസ്ഥാനം. ഗ്രൂപ്പ് 2 വിഭാഗത്തിൽ ആന്ധ്രാപ്രദേശാണ് 1ാം സ്ഥാനത്ത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്ത് റോഡ് അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണം നടക്കുന്നത് ഏത് രാജ്യത്താണ്? ഇന്ത്യ. ഇന്ത്യയിലാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്ത് റോഡ് അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണം നടക്കുന്നത്. കേന്ദ്ര ഉപരിതല മന്ത്രാലയത്തിന്റെ 2022 കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ നടക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. റോഡ് അപകടങ്ങളെ തുടർന്നുള്ള മരണനിരക്ക് ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലുമാണ്. കേരളത്തിൽ നിന്നും എവിടേക്ക് കപ്പൽ സർവീസ് ആരംഭിക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്? ഗൾഫ് നാടുകളിലേക്ക്. കേരളത്തിൽ നിന്നും ഗൾഫ് നാടുകളിലേക്ക് കപ്പൽ സർവീസ് ആരംഭിക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. ആദ്യഘട്ടത്തിൽ കൊച്ചി ദുബായ് സർവീസാണ് ആരംഭിക്കുക. കേന്ദ്ര കപ്പൽ ഗതാഗത വകുപ്പ് മന്ത്രി സർബാനന്ദ് സോനോവാൾ ആണ്. 12 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ സൈബീരിയൻ കടുവകളെ സ്വന്തമാക്കിയ സുവോളജിക്കൽ പാർക്ക് ഏതാണ്? പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക്. 12 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ സൈബീരിയൻ കടുവകളെ സ്വന്തമാക്കിയ സുവോളജിക്കൽ പാർക്കാണ് പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക്. പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. സൈപ്രസിൽ നിന്നാണ് ഈ പാർക്കിലേക്ക് സൈബീരിയൻ കടുവകളെ എത്തിച്ചത്. ഇന്ത്യയിൽ മദ്യോൽപാദനം ആരംഭിക്കുന്ന ആഗോള കുടിവെള്ള കമ്പനി ഏതാണ്? കൊക്കക്കോള. കൊക്കക്കോളയാണ് ഇന്ത്യയിൽ മദ്യോൽപാദനം ആരംഭിക്കുന്ന ആഗോള കുടിവെള്ള കമ്പനി. ലെമൺ ഡൗ എന്ന പേരിലാണ് കൊക്കക്കോള ഇന്ത്യയിൽ ആൽക്കഹോളിക് റെഡി ടു ഡ്രിങ്ക് വിപണിയിലെത്തിക്കുന്നത്. രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയോജക മണ്ഡലം ഏതാണ്? ധർമ്മടം നിയോജക മണ്ഡലം. കണ്ണൂർ ജില്ലയിലെ ധർമ്മടം നിയോജക മണ്ഡലമാണ് രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയോജക മണ്ഡലം. ഡൽഹിയിൽ നടന്ന രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഉച്ചകോടിയിൽ AI ഗെയിം ചേഞ്ചേഴ്സ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ മലയാളി സ്റ്റാർട്ടപ്പ് ഏതാണ്? Cure.ai. ഡൽഹിയിൽ നടന്ന രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയിൽ AI ഗെയിം ചേഞ്ചേഴ്സ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ മലയാളി സ്റ്റാർട്ടപ്പാണ് Cure.ai സ്റ്റാർട്ടപ്പ്.
ശ്വാസകോശ രോഗങ്ങൾ വിലയിരുത്തുന്നതിനുള്ള നിർമ്മിത ബുദ്ധി ഉപകരണമാണ് ക്യുയർ ഡോട്ട്. ഈ മത്സരത്തിൽ മലയാളി സ്റ്റാർട്ടപ്പായ ജെൻ റോബോട്ടിക്കിന് 3ാം സ്ഥാനവും ലഭിച്ചിരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.